ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് അറേസിനെ മർജ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മൾ രണ്ട് അറേസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് അറേസിലെ വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഈ രണ്ട് അറേയും കൂടെ മർജ് ചെയ്ത് മൂന്നാമതൊരു അറേ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ മൂന്നാമത്തെ അറേയുടെ വാല്യൂസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. അതിനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ ഇപ്പോൾ നോക്കുക, ആദ്യം എൻ്റർ ദി ഫസ്റ്റ് അറേ സൈസ് എന്ന് ചോദിക്കുന്നു. അതായത് ആദ്യത്തെ അറേയിൽ എത്ര എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യണമെന്ന് ചോദിക്കുന്നു. അപ്പം ഞാനിവിടെ സാമ്പിളായിട്ട് 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ 5 എലമെൻറ്റ്സ്, അത് ആ 5 നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എൻ്റർ ചെയ്യാനായിട്ട് അടുത്ത ഇതിൽ ചോദിക്കുന്നു. എൻ്റർ ദി ഫസ്റ്റ് അറേ എലമെൻറ്റ്സ്, ആദ്യത്തെ അറേയുടെ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കുന്നു. ഇവിടെ 5 കൊടുത്തതുകൊണ്ട് നമ്മൾ 5 ഇൻറ്റീജർ വാല്യൂസ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത്രയും എൻ്റർ ചെയ്ത് കൊടുത്തതുടനെ രണ്ടാമത്തെ അറേയുടെ സൈസ് എത്രയാണെന്ന് ചോദിക്കുന്നു. എനിക്കിവിടെ 3 വാല്യൂസാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് രണ്ടാമത്തെ അറേയിൽ സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ 3 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ആ 3 എലമെൻറ്റ്സിൻ്റെ വാല്യൂസ് ചോദിക്കുന്നു. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ ചെയ്ത് കൊടുത്ത് ഇവിടെ 18 എൻ്റർ ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുന്നതും അതിൻ്റെ ഔട്ട്പുട്ട് ഈ രണ്ട് അറേയും കൂടെ തമ്മിൽ ജോയിൻ ചെയ്ത ഒരു ഔട്ട്പുട്ട് മൂന്നാമതൊരു അറേ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ മൂന്നാമത്തെ അറേ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ അറേ എലമെൻറ്റ്സ് ആഫ്റ്റർ മെർജിങ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും എലമെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ അറേ എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു അറേ ക്രിയേറ്റ് ചെയ്തതാണ്. ആ അറേയിലുള്ള ആദ്യത്തെ 5 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അറേയുടെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്ത 5 വാല്യൂസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ 23, 44, 13, 83, 33 എന്ന എലമെൻറ്റ്സ് ആദ്യത്തെ 5 എലമെൻറ്റ്സ് ആയിട്ട് വന്നു. എന്നിട്ട് ഈ അറേയുടെ ബാക്കി എലമെൻറ്റ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ അറേ ആയിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ എലമെൻറ്റ്സ് ബാക്കിയുള്ള എലമെൻറ്റ്സ് ആയിട്ടും കൂടെ ഡിസ്പ്ലേ ചെയ്ത് വന്നു. 13, 44, 18 വന്ന് ഈ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് ഈ രണ്ടാമത്തെ അറേയിലുള്ള എലമെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്ത് വന്നു. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇതെന്ന് പറയുന്ന മൂന്നാമതൊരു അറേ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എലമെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മൂന്നാമതൊരു അറേ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഈ എലമെൻറ്റ്സിനെ എല്ലാം അതേ ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്യുന്നു. ആദ്യത്തെ അറേയിലുള്ള എലമെൻറ്റ്സിനെ അതേപോലെ ഓർഡർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് രണ്ടാമത്തെ അറേയിലുള്ള എലമെൻറ്റ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് എനിക്ക് കിട്ടേണ്ടത്. ഇത് ആക്ച്വലി പറ്റിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാകാം. മൂന്നാമതൊരു അറേ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അറേ എലമെൻറ്റ്സ് ആഫ്റ്റർ മെർജിങ് എന്ന് കാണിച്ചിട്ട് ഈ അറേയിലുള്ള എലമെൻറ്റ്സിനെ അകത്തും ഡിസ്പ്ലേ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ അറേയിലുള്ള എലമെൻറ്റ്സിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പറ്റിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലാതെ മൂന്നാമതൊരു അറേ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലുള്ള ആദ്യത്തെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ അറേയിലുള്ള എലമെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ബാക്കി എലമെൻറ്റ്സ് ആയിട്ട് രണ്ടാമത്തെ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന എലമെൻറ്റ്സ് വരുന്ന രീതിയിലുള്ള മൂന്നാമത്തെ ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന അറേസ്, അത് ഇവിടെ ആദ്യത്തെ അറേ ആയിട്ടും രണ്ടാമത്തെ അറേ ആയിട്ടും ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എ എന്ന് പറയുന്ന ഒരു അറേയും ബി എന്ന് പറയുന്ന അറേയാണ്. അത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള അറേ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. മാക്സിമം 10 നമ്പേഴ്സ് വരെ സ്റ്റോർ ചെയ്യാനുള്ള സൈസ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അറേ സൈസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും എലമെൻറ്റ്സ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നാലും അപ് ടു 10 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള 2 അറേസിനാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, എ എന്നും ബി എന്നും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു അറേയും കൂടെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ അറേ മെർജ്ഡ് എന്ന് പറയുന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അറേയുടെ പേരാണ് മെർജ്ഡ് എന്ന്. അപ്പോൾ അതിൻ്റെ സൈസ് എന്നുള്ള 20 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈസ് 20 വരാൻ കാരണം എന്താണ്? കാരണം ഈ അറേയുടെ സൈസും ഈ അറേയുടെ സൈസും ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മാണ് എനിക്കിവിടെ വരേണ്ടത്. കാരണം 10 എലമെൻറ്റ്സ് വെച്ച് എയ്ക്കും ബിക്കും സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിനെ മെർജ് ചെയ്തിട്ടുള്ള അറേയുടെ എലമെൻറ്റ്സ് ഈ 10ൻ്റെയും കൂടെ സമ്മായിരിക്കണമല്ലോ, എന്നാലേ അത്രയും എലമെൻറ്റ്സ് കാണിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ മെർജ്ഡ് എന്ന് പറയുന്ന അറേയുടെ മാക്സിമം എലമെൻറ്റ്സ് ആയിട്ട് 20 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ സൈസായിട്ട് ഒരു വേരിയബിൾസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എ സൈസ് എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എ സൈസ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന അറേയുടെ ആക്ച്വൽ സൈസ് എത്രയാണെന്ന് ആ നമ്പർ, അതായത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പർ, ഇവിടെ എൻ്റർ ദി ഫസ്റ്റ് അറേ സൈസ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എ സൈസ് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ എ സൈസ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന അറേയുടെ സൈസ് എത്രയാണെന്നാണ്. അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ അറേയുടെ സൈസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ആ നമ്പറിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ബി സൈസ് എന്ന് പറയുന്ന ഒരു വേരിയബിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബി സൈസ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന അറേയുടെ സൈസ് എത്രയാണോ അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ബി സൈസ്. അതുപോലെ തന്നെ ഈ മെർജ്ഡ് എന്ന് പറയുന്ന അറേയുടെ സൈസ് എത്രയാണെന്ന് ഇതിൻ്റെ സൈസ് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേരിയബിളായിട്ട് എം സൈസ് എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എം സൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ 2 അറേ സൈസിൻ്റെയും കൂടെ സമ്മാണ് എം സൈസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ 5ഉം ഇവിടെ 3ഉം ആണ് എൻ്റർ ചെയ്ത് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ മെർജ്ഡ് എന്ന് പറയുന്ന അറേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 5 + 3 8 എലമെൻറ്റ്സ് ആണ് ഈ മെർജ്ഡ് എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്യേണ്ടത്. ആ 8 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് എം സൈസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എം സൈസ് എന്ന് പറഞ്ഞാൽ മെർജ്ഡ് എന്ന് പറയുന്ന അറേയുടെ സൈസ് എത്രയാണെന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് എം സൈസ് എന്ന് പറയുന്ന
വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഐ എന്നും ജെ എന്നും പറയുന്ന 2 വേരിയബിൾസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഐ എന്നും ജെ എന്നും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഐ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആദ്യത്തെ അറേയുടെ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടാമത്തെ അറേയുടെ ഇൻഡെക്സ് പൊസിഷനെയാണ്. ജെ എന്ന് പറയുന്ന വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ മെർജ് ചെയ്ത അറേയുടെ, ഈ മെർജ്ഡ് എന്ന് പറയുന്ന അറേയുടെ ഇൻഡെക്സ് പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ജെ എന്ന് പറയുന്ന വേരിയബിളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ആദ്യം ഈ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്, അതായത് ഇത്രയും സ്റ്റെപ്പ് വരെ, ഇത്രയും പോർഷൻ വരെയുള്ള ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഞാൻ ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഞാൻ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മുന്നേ കണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. വലിയ രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം എൻ്റെ അടുത്ത് ഫസ്റ്റ് അറേ സൈസ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ എ സൈസ് എന്ന് പറയുന്ന വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഈ ഫസ്റ്റ് അറേയിലുള്ള എലമെൻറ്റ്സിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി എൻ്റെ അടുത്ത് ഫസ്റ്റ് അറേ ഓഫ് എലമെൻറ്റ്സ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ടിൽ കൊടുത്തു. എൻ്റെ അടുത്ത് ഫസ്റ്റ് അറേ ഓഫ് എലമെൻറ്റ്സ് എന്ന് കൊടുത്തിട്ട് നമ്മളോട് ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ ലൂപ്പിന് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയാണ് കൊടുത്തിട്ട് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എ സൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ++i. ഇവിടെ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 5 ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത് എങ്കിൽ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന അറേയുടെ വാല്യൂ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് 0 to 4 ആയിരിക്കും. അതായത് ഐയുടെ വാല്യൂ 0 to 4 വരെ വരുള്ളൂ. 5 വന്ന് വരികയാണെങ്കിൽ എ സൈസ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 5 ആണ്. അപ്പോൾ ഈ 5 എന്ന് പറയുന്ന വാല്യൂ വന്നാൽ അവിടെ വെച്ച് ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യണം. കാരണം 5 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ ഈ വേരിയബിൾ വരത്തില്ല. കാരണം ഈ വേരിയബിളിൽ ഈ അറേയിൽ സൈസ് എന്ന് പറയുന്നത് 5 ആണ്. അതായത് ഇൻഡെക്സ് പൊസിഷൻ 0 to 4 വരെ വരുന്നുള്ളൂ. അപ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ വരികയാണെങ്കിൽ, ഐയുടെ വാല്യൂ 5 എന്ന് വരികയാണെങ്കിൽ അവിടെ വെച്ച് ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ ഓരോ എലമെൻ്റായിട്ട് സ്റ്റോർ ഓരോ അറേയിലുള്ള എ എന്ന് പറയുന്ന അറേയിലുള്ള ഓരോ എലമെൻ്റായിട്ട് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി സി എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എ ഐ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഐ സ്റ്റാർട്ട് ചെയ്യണം 0-ലായിരിക്കും. 0-ൽ ആദ്യം 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇൻക്രിമെൻറ്റ് ചെയ്ത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പം ഐയുടെ വാല്യൂ 1 ആവുന്നു. അപ്പോൾ 1 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും അടുത്ത നമ്പർ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ 5 എന്നാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ 0 to 4 വരെയുള്ള ഇൻഡെക്സ് പൊസിഷനിൽ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ അറേയുടെ സൈസ് എൻ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ അറേയിൽ സ്റ്റോർ ചെയ്യാനുള്ള വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നേ പഠിച്ച പ്രോഗ്രാമിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി പുതിയതായിട്ടുള്ളത് ഈ മൂന്നാമതൊരു അറേ ക്രിയേറ്റ് ചെയ്തിട്ട് മെർജ്ഡ് എന്ന് പറയുന്ന അറേയിൽ ആദ്യത്തെ എലമെൻറ്റ്സ് ആയിട്ട് ഇത്രയും എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് രണ്ടാമത്തെ അറേയിലുള്ള എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് ആക്ച്വലി ഈ പ്രോഗ്രാമിൽ പഠിക്കാനുള്ളത്. നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ആദ്യം ഈ മെർജ്ഡ് എന്ന് പറയുന്ന അറേയിലോട്ട് ആദ്യത്തെ അറേയിലുള്ള എ എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് അതേപോലെ അങ്ങ് സ്റ്റോർ ചെയ്യും. അതായത് ഈ എ എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്യുന്ന 0, 1, 2, 3, 4 എന്നീ 5 ഇൻഡെക്സ് പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് മെർജ്ഡ് എന്ന് പറയുന്ന അറേയിൽ 0 to 4 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് അങ്ങ് സ്റ്റോർ ചെയ്യുന്നു. അതായത് അതേപോലെ തന്നെ അതേ ഇൻഡെക്സ് പൊസിഷനിലോട്ട് തന്നെ ഈ മെർജ്ഡ് എന്ന് പറയുന്ന അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ 23 എന്ന വാല്യൂ ആണ്. അതിന് അതേപോലെ തന്നെ 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ മെർജ്ഡ് എന്ന് പറയുന്ന അറേയിൽ 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ 1 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ 44 ആണുള്ളത്. അതിനെ അതേപോലെ മെർജ്ഡ് എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ 13 ആണുള്ളത്. അതിനെ അതേ മെർജ്ഡ് എന്ന് പറയുന്ന അറേയിൽ അതേപോലെ തന്നെ 2 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ എ എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്യുന്ന എല്ലാ എലമെൻറ്റ്സും അതേ ഇൻഡെക്സ് പൊസിഷനിലുള്ള അതേ വാല്യൂസ് ആയിട്ട് തന്നെ മെർജ്ഡ് എന്ന് പറയുന്ന അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഫോർ ലൂപ്പ് കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഫോർ ലൂപ്പ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എ സൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എ സൈസ് എന്ന് ഇവിടെ പറയുന്നത് 5 എന്ന വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഐയുടെ വാല്യൂ 0 to 4 വാല്യൂ റേഞ്ച് വരാൻ പാടുള്ളൂ. എപ്പോഴാണോ ഐയുടെ വാല്യൂ 5 വരുന്നത് അവിടെ വെച്ച് ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഐ ലെസ് ദാൻ എ സൈസ് എന്ന് കൊടുത്തു. പിന്നെ ++i എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ മെർജ്ഡ് ഐ ഈക്വൽ ടു എ ഐ എന്ന സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എ ഐ, അതായത് ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് കറസ്പോണ്ടിങ് ആയിട്ട് മെർജ്ഡ് എന്ന് പറയുന്ന അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് എ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന എല്ലാ എലമെൻറ്റ്സും ആ എക്സാക്റ്റ് ഇൻഡെക്സ് പൊസിഷനിൽ തന്നെ മെർജ്ഡ് എന്ന് പറയുന്ന അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ 23, 44, 13, 83, 33 ഈ എലമെൻറ്റ്സ് എല്ലാം മെർജ്ഡ് എന്ന് പറയുന്ന അറേയിൽ ആ എക്സാക്റ്റ് ഇൻഡെക്സ് പൊസിഷനിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഇനി ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് അത്രയും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഐയുടെ വാല്യൂ പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 4-ൽ നിന്ന് 5 ആവുന്നു. 5 ആവുമ്പോഴാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആവേണ്ടത്.
അപ്പോൾ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 5 ആകുന്നു. ഈ കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ ലെസ് ദാൻ എ സൈസ് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. കാരണം എ സൈസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 5 ആവുകയാണെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഐയുടെ വാല്യൂ എത്രയാണ്? 5 ആണ് വന്ന് നിൽക്കുന്നത്. ഇനി ഇവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ എം സൈസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കാരണം എം സൈസ് എന്ന് പറഞ്ഞാൽ മെർജ്ഡ് എന്ന് പറയുന്ന അറേയിൽ അറേയുടെ സൈസ് എത്രയാണെന്നാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി എ സൈസ് പ്ലസ് ബി സൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എ എന്ന് പറയുന്ന അറേയുടെ സൈസ് എത്രയാണ്, അതിൻ്റെ കൂടെ ബി എന്ന് പറയുന്ന അറേയുടെ സൈസ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യപ്പോഴേക്കും മെർജ്ഡ് എന്ന് പറയുന്ന അറേയുടെ സൈസ് കിട്ടും. അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എം സൈസ് ഈക്വൽ ടു എ സൈസ് പ്ലസ് ബി സൈസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ആയിട്ട് 8 എന്നായിരിക്കും കിട്ടുന്നത്. എ സൈസിൻ്റെ വാല്യൂ 5 ആണ്, ബി സൈസിൻ്റെ വാല്യൂ 3 ആണ്. ഇവിടെ 3 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ സം എടുക്കപ്പോഴും 8 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ആ 8 എന്ന വാല്യൂ ആണ് എം സൈസ്, അതായത് മെർജ്ഡ് എന്ന് പറയുന്ന അറേയുടെ സൈസായിട്ട് സെറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ 8 എലമെൻറ്റ്സ് ആണ് മെർജ്ഡ് എന്ന് പറയുന്ന അറേയിൽ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ സൈസായിട്ട് കിട്ടി. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ജെ ഈക്വൽ ടു ഐ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ആവുന്ന സമയത്ത് ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതായത് ആക്ച്വലി എ എന്ന് പറയുന്ന അറേയിൽ 5 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ വരാൻ പാടില്ല. കാരണം അതിൽ ആകെപ്പാടെ 5, ഈ കേസിലാണെങ്കിൽ 5 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അതായത് 0 to 4 എന്ന ഇൻഡെക്സ് പൊസിഷൻ റേഞ്ചേ വരുന്നുള്ളൂ. 0 to 4 ആയിരിക്കണം ഇൻഡെക്സ് പൊസിഷൻ വരേണ്ടത്. ഇൻഡെക്സ് പൊസിഷൻ 5 എന്ന് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഐയുടെ വാല്യൂ ഇവിടെ ലെസ് ദാൻ എ സൈസ് എന്ന കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഐയുടെ വാല്യൂ 5 ആവുന്നത് അവിടെ വെച്ച് ഈ കണ്ടീഷൻ സ്റ്റോപ്പ് ആവുന്നത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ആവുന്നു. അപ്പോൾ ആ പർട്ടിക്കുലർ ടെർമിനേറ്റ് ആവുന്ന സമയത്ത് ഐയുടെ വാല്യൂ 5 ആണ് വന്ന് നിൽക്കുന്നത്. ഈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 കഴിഞ്ഞ് അടുത്ത എലമെൻ്റ് ആണ്. അതായത് ഈ മെർജ്ഡ് എന്ന് പറയുന്ന അറേയിൽ ഈ 4 വരെയുള്ള എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അടുത്ത എലമെൻ്റായിട്ട് സ്റ്റോർ ചെയ്യേണ്ടത് ഈ 5 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനോടാണ്. ആ അടുത്ത ഇൻഡെക്സ് പൊസിഷനാണ് നമുക്ക് ആക്ച്വലി ഇവിടെ വന്ന് സ്റ്റോപ്പ് ആയത്. അപ്പോൾ ആ കിട്ടിയ ഇൻഡെക്സ് പൊസിഷൻ എത്രയാണോ അതിന് നമ്മൾ ജെ എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ ജെ എന്ന് പറയുന്ന വേരിയബിൾ എന്ന് പറഞ്ഞാൽ മെർജ്ഡ് എന്ന് പറയുന്ന അറേയിൽ മെർജ്ഡ് എന്ന് പറയുന്ന അറേയുടെ രണ്ടാമത്തെ സ്റ്റേജിലുള്ള ഇൻഡെക്സ് പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ജെ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പം മെർജ്ഡ് എന്ന് പറയുന്ന അറേയിൽ ആദ്യത്തെ 5 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി 6ാമത്തെ എലമെൻറ്റ്, അതായത് ഇൻഡെക്സ് പൊസിഷൻ 5 മുതലാണ് ഈ ബാക്കിയുള്ള സെക്കൻഡ് അറേയിലുള്ള എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യേണ്ടത്. ആ സെക്കൻഡ് അറേയിലുള്ള എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള ആദ്യത്തെ ഇൻഡെക്സ് പൊസിഷനായിട്ട് എത്രയാണോ കിട്ടിയത് അതെന്ന് പറയുന്ന ഈ ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ്. അതുകൊണ്ടാണ് ജെ ഈക്വൽ ടു 5 എന്ന് കൊടുത്തിരുന്നത്. ഇവിടെ ഐയുടെ വാല്യൂ 5 ആണ് വന്ന് നിന്നത്. 5 എത്തിയപ്പോഴാണ് ഇതിവിടെ ടെർമിനേറ്റ് ആയത്. ആ 5 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത ഇൻഡെക്സ് പൊസിഷനാണ്. ഈ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള ആദ്യത്തെ ഇൻഡെക്സ് പൊസിഷനാണ്. ഈ മെർജ്ഡ് എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്യാനുള്ള ആദ്യത്തെ ഇൻഡെക്സ് പൊസിഷനാണ് ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ വന്ന് നിന്നത്. അപ്പോൾ ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എത്രയാണോ അതിനെ ജെ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണ്. ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് രണ്ടാമത്തെ അറേയിൽ വരുന്ന എലമെൻറ്റ്സിനെ ഈ മെർജ്ഡ് എന്ന് പറയുന്ന അറേയുടെ ബാക്കിയുള്ള എലമെൻറ്റ്സ് ആയിട്ട് അങ്ങ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇൻഡെക്സ് പൊസിഷൻ 5 നിന്നാണ്. ഇൻഡെക്സ് പൊസിഷൻ 5 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷൻ 0 to 4 വരെയുള്ള എലമെൻറ്റ്സ് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഇതിൻ്റെ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യേണ്ടത് ഇൻഡെക്സ് പൊസിഷൻ 5 മുതലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ 5 എന്ന വാല്യൂ കിട്ടിയത് ഇവിടെ ഐ എന്ന് പറയുന്ന വേരിയബിളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ജെ ഈക്വൽ ടു 5 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഐ ഈക്വൽ ടു 0 എന്നും ജെ ലെസ് ദാൻ എം സൈസ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഐ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ എം സൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജെ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ, ഇവിടെ ജെ എന്ന് പറയുന്നത് ഇൻഡെക്സ് പൊസിഷൻ, മെർജ്ഡ് എന്ന് പറയുന്ന അറേയുടെ ഇൻഡെക്സ് പൊസിഷനാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ മെർജ്ഡ് എന്ന് പറയുന്ന അറേയുടെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0 to 7 വരെ വരാൻ പാടുള്ളൂ. കാരണം മാക്സിമം സൈസ് 8 ആണ്. ഇവിടുത്തെ കേസിൽ അറേയുടെ സൈസ് 8 ആണ് വന്നത്. മെർജ്ഡ് എന്ന് പറയുന്ന അറേയുടെ സൈസ് 8 ആണ്. അതായത് ഇൻഡെക്സ് പൊസിഷൻ 0 to 7 വരെ വരാൻ പാടുള്ളൂ. ഇൻഡെക്സ് പൊസിഷൻ 8 വരികയാണെങ്കിൽ ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ജെ ലെസ് ദാൻ എം സൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ എത്രയായിരിക്കും വരുന്നത്? 5, 6, 7 ഈ 3 വാല്യൂസേ ഇവിടുത്തെ ഈ ജെ എന്ന് പറയുന്ന വാല്യൂവിന് വരാൻ പാടുള്ളൂ. അപ്പം ഇവിടെ ജെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല, കാരണം ജെ ഈക്വൽ ടു ഐ എന്ന് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ജെയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതേ 5 നിന്നായിരിക്കും.
അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുകയാണെങ്കിൽ മർജ്ഡ് ഐ ഈക്വൽ ടു മർജ്ഡ് ജെ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ട് ഐ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഐ എന്ന് പറഞ്ഞ ഇൻഡെക്സ് പൊസിഷൻ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂ എന്താണോ അതിനെ ജെ എന്ന് പറഞ്ഞ ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതായത് ഇവിടെ 13 എന്ന് പറയുന്ന വാല്യൂ 5 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ, ഇവിടെ 13 എന്ന് പറയുന്ന വാല്യൂ 5 എന്ന് പറയുന്ന ആ ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ 13 എന്ന് പറയുന്ന വാല്യൂ 0 എന്ന ഇൻഡെക്സ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അതിനെ ഈ മർജ്ഡ് എന്ന് പറയുന്ന അറയിൽ 5 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരുന്നത്. ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും അത് തിരിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഫോളോപ്പിൻ്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഈ ഫോളോപ്പിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും, ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ആവുന്നു, ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 5ൽ നിന്ന് 6 ആവുന്നു. 6 എന്നിട്ട് വീണ്ടും ജെയുടെ വാല്യൂ വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആവുന്നു. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഐയുടെ വാല്യൂ 1 ആണ്. ഈ 1 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 44 എന്ന് പറയുന്ന വാല്യൂ ആണ് I1 എന്ന് പറയുന്ന ഇൻഡെക്സ് വരുന്നത്. ആ 44 എന്ന് പറയുന്ന വാല്യൂ ഈ മർജ്ഡ് ജെയുടെ വാല്യൂ 5ൽ നിന്ന് 6 ആയി. 6 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ രണ്ടാമത്തെ അറയുടെ എലമെൻറ്റ്സ് ഈ മർജ്ഡ് എന്ന് പറയുന്ന അറയുടെ ബാക്കി എലമെൻറ്റ്സ് ആയിട്ട് ഓരോന്നായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റാണിത്. അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അറ എലമെൻറ്റ്സ് ആഫ്റ്റർ മർജിങ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ മർജ്ഡ് എന്ന് പറയുന്ന അറയുടെ എലമെൻറ്റ്സ് അറയിൽ സ്റ്റോർ ചെയ്യുന്ന എലമെൻറ്റ്സ് എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരുന്നത്. അതും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ I ഈക്വൽ ടു 0, എന്നിട്ട് I ലെസ് ദാൻ m സൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ++i എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മർജ്ഡ് ഐ എന്ന അറയിൽ സ്റ്റോർ ചെയ്യുന്ന ഓരോ ഇൻഡെക്സ് പൊസിഷനിലും സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് മർജ്ഡ് ഐ എന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഐയുടെ വാല്യൂ സ്റ്റാർട്ടിംഗ് ഫേസിൽ 0 ആയിരിക്കും. അപ്പോൾ 0 ഇൻഡെക്സ് പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു, 23 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ /t എന്ന് കൊടുത്തിട്ടുണ്ട്. ആ /t എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വരുന്നത്. ഈ /t എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 0ൽ നിന്ന് 1 ആവുന്നു. എന്നിട്ട് ആ 1 എന്ന ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 1 എന്ന് പറഞ്ഞ ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂ എന്താണോ അതാണ് വീണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതാണ് 44 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ /t എന്നുള്ള ആ ഹൊറിസോണ്ടൽ ടാബും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ഇതിലുള്ള 8 എലമെൻറ്റ്സും അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ പുതിയതായിട്ട് പഠിക്കാനുള്ളത് ഈ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലോജിക്ക് മാത്രമാണ്. ഈ 3, 4, 5, 6 ഈ 6 ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലോജിക്ക് മാത്രമാണ് ആക്ച്വലി നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ളത്. ഈ അറയുടെ സൈസ് ചോദിക്കുന്നതും അറ എലമെൻറ്റ്സ് ഓരോന്നായിട്ട് സ്റ്റോർ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രോഗ്രാംസിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. അത് ഇവിടെയും പറയുന്നുള്ളൂ. പുതിയതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ പ്രോഗ്രാമിൽ പുതിയതായിട്ട് പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ പുതിയൊരു അറയെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലുള്ള എലമെൻറ്റ്സ്, ആദ്യത്തെ അറയിലുള്ള എലമെൻറ്റ്സ് രണ്ടാമത്തെ അറയിലുള്ള എലമെൻറ്റ്സും കൂടി മെർജ് ചെയ്ത് ജോയിൻ ചെയ്ത് എങ്ങനെ മൂന്നാമത്തെ ഒരു അറയെ ക്രിയേറ്റ് ചെയ്യുന്നു, അറയിലോട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമാണ് ആക്ച്വലി നിങ്ങൾ പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പം ഇതാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.